എല്ലാം നോക്കി കണ്ട് കേട്ട് പിന്നെ ഫുൾ ടൈം എൻ്റെ പുറകെ നടക്കും. ഓരോ ജോലി ചെയ്യുമ്പോഴും ഏകദേശം അതിൻ്റെ അടുത്ത് ഉറങ്ങും, അല്ലെങ്കിൽ അടുത്ത് വന്നിരുന്നിട്ട് അത് നോക്കിയിരിക്കും. അങ്ങനെ ഫുൾ ടൈം നമുക്ക് എസ്കോർട്ട് നടക്കുന്ന ഒരാളാണ് മിലോ എന്ന് പറയണേ. ഞാൻ കിടക്കുമ്പോൾ കൂടെ ടർക്കി ഇട്ടിട്ട് മാത്രമേ കിടക്കാൻ ഞാൻ ഇവനെ അനുവദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഒന്നും കയറാൻ സമ്മതിക്കില്ല. ഇവന് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അവിടെ മാത്രം അവന് ടർക്കിയൊക്കെ ഇട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും താഴെ അവൻ്റെ. അങ്ങനെയുള്ള സ്ഥലത്തോടെ മാത്രമേ ഞാൻ ഇരുത്തുള്ളൂ. ഇവർക്ക് എപ്പോഴും ഇച്ചിരി ഉയരത്തിൽ ഇങ്ങനെ കയറി ഇരുന്ന് ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. മട്ടൊക്കെ കണ്ട ഇത് കണ്ടിട്ട് ഇന്ന് കുക്ക് ചെയ്യാനുള്ള മട്ടിലാണ് നോക്കിയിരിപ്പൊക്കെ കേട്ടോ. ഒരു ജോലിയും ചെയ്യാതെ ഫുൾ ടൈം ഫുഡ് അടിച്ച് ഇങ്ങനെ കിടന്ന് റിലാക്സ് ആയിട്ട് ഉറങ്ങി ജീവിക്കുന്ന ലൈഫിൽ 93% സമയം ഉറങ്ങി ജീവിക്കുന്നവരാണ്. ഇത് ഇന്നലത്തെ ക്ലിപ്പാണ്. ഇത് താഴേന്ന് അശ്വിൻ്റെ അച്ഛമ്മ കൊടുത്തുവിട്ട നമ്മുടെ കടച്ചക്കയാണ്. അത് ഞാൻ തോരൻ വെച്ചു. പിന്നെ അതാ ചിക്കൻ കറി. ഇനി തേങ്ങാപ്പാൽ പിഴിയണം. അങ്ങനെ വെന്തിട്ടില്ല, വേവിക്കുന്നേ ഉള്ളൂ. നാളത്തേനുള്ളതാണ്. അപ്പം ഞാൻ ക്ലിപ്സൊക്കെ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ കൂടെ ആഡ് ചെയ്യാമെന്നോർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇഞ്ചി വെളുത്തുള്ളി 1 കിലോ 1/2 കിലോ ഒക്കെ ഞാൻ ഇത് മേടിക്കാൻ, എന്നിട്ട് രണ്ടും കൂടി ഇങ്ങനെ അരിഞ്ഞ് എടുത്ത് വെക്കും. കൈ കൊണ്ടല്ല, നമ്മൾ മെഷീനിലിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് വെക്കും. ആർക്ക് പറ്റി എപ്പോഴും ഇങ്ങനെ അന്നേരം ഉണ്ടാക്കാൻ എന്തോ ഒരു ടൈം പോകും. ചെറുതെങ്കിലും വളരെ മനോഹരമാണ് നമ്മുടെ മിലോയുടെ വീട്. 2 വശത്ത് നല്ല കല്ലുകളൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. കുറേ ചെടികളുണ്ട്. മിലോയ്ക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒരു ബെഡുണ്ട്, ഒരു ടേബിളുണ്ട്, കസേരകളുണ്ട്. അങ്ങനെ മിലോ രാജകീയമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇടയ്ക്കിങ്ങനെ താഴെ ഇറങ്ങി കിടക്കും. രാവിലെ ഞാനിങ്ങനെ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കും. വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. ഒക്കെ വൃത്തിയാക്കി കൊടുക്കുക, തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുക. അത് കഴിയുമ്പോൾ എൻ്റെ കൂടെ രാവിലത്തെ എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ ചെയ്ത് എൻ്റെ കൂടെ ചാടി വീടിൻ്റെ ഉള്ളിലേക്ക് വരും. പിന്നെ എൻ്റെ കൂടെ വന്നിരുന്ന് കുറേ നേരം TV കാണും താഴെ. പിന്നെ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നോക്കി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മളിവിടേക്ക് കൊണ്ടുവിട്ടിട്ടുണ്ട്, ഇടയ്ക്ക് ഓടി ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. അങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടാൽ കുറച്ച് നേരം ഇവിടെ ഇരിക്കും. പിന്നെ അസ്വസ്ഥമാകും, നമ്മൾ വരണം. അങ്ങനെയൊക്കെയാണ്. എക്സസൈസ് മെഷീൻ മിലോയുടെ അല്ല, എൻ്റെയാണ് കേട്ടോ. അപ്പം ഇതാണ് മിലോയുടെ കുഞ്ഞു വീട്. ഇനി നമുക്ക് മിലോയെയും കൂട്ടിയിട്ട് താഴേക്ക് പോകാം.
പതിവ് പോലെ ഇന്ന് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ടി വി കാണും. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഉറങ്ങും. അത് കഴിഞ്ഞ് ടേബിൾ താഴെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്, അവിടെ കുറച്ച് നേരം കിടന്ന് അവിടെ ഉറങ്ങും. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവിടെ ഹാളിൽ ഫുഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ വന്ന് ഫുഡ് കഴിക്കും. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങാം. ജനലുകളെല്ലാം തുറന്നിടും, കർട്ടനെല്ലാം മാറ്റിയിടും. ലൈറ്റ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടതാണ് കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ നല്ല വെട്ടം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഈ ഷൂട്ടിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഇത്രയും താമസിക്കുന്നത് കേട്ടോ. നന്നായിട്ട് വെട്ടമൊക്കെ വന്നു, എല്ലാം ഷൂട്ട് ചെയ്തും അങ്ങനെ ഇങ്ങനെ കുറേ ടൈം പോകുമല്ലോ. അങ്ങനെ ഇതെല്ലാം നമ്മുടെ ലൈവ് പ്ലാന്റ് ആണ് കേട്ടോ. ജനൽ തുറന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് ഈ ഭാഗത്തെല്ലാം എനിക്ക് ചെടികൾ വളർന്നു കിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിട്ടിരുന്നു, അതെല്ലാം ഒന്ന് കാണിക്കണം, എന്തൊക്കെയാണ് ലൈവ് പ്ലാന്റ്, എന്തൊക്കെയാണ് പ്ലാസ്റ്റിക് ചെടികൾ, അതെല്ലാം പറഞ്ഞു തന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ലൈവ് പ്ലാന്റുകളാണ് കണ്ടോ. ഇതുപോലെ സൂര്യപ്രകാശം കയറും ഉള്ളിലേക്ക്, പക്ഷെ നേരെ താഴെയൊന്നും എത്തത്തില്ല. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ചെടികളോ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. പണ്ട് ഞാൻ വെച്ച് നോക്കി ഇവിടെയൊക്കെ, പക്ഷെ അവിടെ വളരില്ല. ഇതുവരെ ഓക്കെ, ആ സൂര്യപ്രകാശം ഇങ്ങോട്ട് കിട്ടുന്നതുകൊണ്ട് ഓക്കെ ആയിട്ട് നിൽക്കും. പിന്നെ നമ്മുടെ സൈഡ് കിച്ചണിൽ എനിക്ക് പച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വനത്തിൽ ജീവിക്കുന്നത് എനിക്കിഷ്ടം. കാടിൻ്റെ ഉള്ളിൽ വരെ വനമാക്കാൻ എപ്പോഴും അശ്വിൻ അത് കമൻറ്റ് പറയും കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും ആ വെട്ടം കിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ ഇതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് ചെടി മേടിച്ച് വെക്കുക എന്നുള്ളതേ ഓപ്ഷനുള്ളൂ. ഇവിടെ നമ്മൾ കിച്ചൻ്റെ അടുത്ത് നമ്മൾ മിലോയ്ക്ക് ഫുഡ് വെച്ചിട്ടുണ്ട്, ഫുഡും വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കും. ഭയങ്കര വൃത്തിയായിട്ട് ഒരെണ്ണം പോലും നിലത്ത് പോലും കളയാതെ ആ രീതിക്ക് തന്നെ വല്ല തട്ടിമറി അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതിന് അപ്പിടണം തോന്നുമ്പോൾ നേരെ അതിൻ്റെ വീട്ടിൽ പോകും. അതിൻ്റെ വീട്ടിൽ പോയി അവിടെ ലിറ്റർ വെച്ചിട്ടുണ്ട്, അതിൽ മാത്രമേ ഇടുള്ളൂ. 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ലിറ്റർ മാറ്റി കൊടുക്കണം, പുതിയ ലിറ്റർ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ പിടിച്ചാലും പുള്ളി പിന്നെ അപ്പി ഇടൂല. അങ്ങനെ ഭയങ്കര ഡിപ്രഷൻ അടിച്ച് കിടപ്പായിരിക്കും. അങ്ങനെയൊക്കെ ഭയങ്കര ഡിമാൻഡാണ് മിലോയ്ക്ക്. ഭയങ്കര വൃത്തിബോധമുള്ള ജീവികളാണ് കേട്ടോ. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ വളർത്തുന്ന ഇങ്ങനത്തെ പേർഷ്യൻ ക്യാറ്റ് എന്ന് പറയുന്നത് നല്ലതാണ് കേട്ടോ വളർത്താൻ. നമുക്ക് ഒത്തിരി മെൻ്റൽ മെൻ്റൽ റിലാക്സേഷനാണ് നമ്മളിങ്ങനെ പെറ്റ്സിനെ വളർത്തുന്നത്. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നായിരുന്നു, ചേച്ചിൻ്റെ ഫ്രിഡ്ജ് കാണിക്കണം, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കാണിക്കണം, അങ്ങനെ ഓരോ പാർട്ടും വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഓരോന്നും കാണിക്കണം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കാണാനൊക്കെ. ആക്ച്വലി എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അതൊക്കെ. എന്താ പറയുക, എനിക്ക് തന്നെ കോംപ്ലക്സ് ആണ്. ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള സാധനങ്ങളില്ല, അങ്ങനെ ഇല്ല എന്നുള്ളൊരു കോംപ്ലക്സ് ഉള്ള വ്യക്തിയാണ് ഞാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയാണ് അങ്ങനെ കാണിക്കാൻ. എനിക്കറിയത്തില്ല എങ്ങനെ പറയണമെന്ന്. എന്നാലും ഞാൻ കാണിച്ചു തരാം. എല്ലാവരുടെ ഫ്രിഡ്ജ് പോലെ തന്നെ ഇടാ. നമ്മളിങ്ങനെ ഫ്രിഡ്ജ് നിറച്ച് സാധനങ്ങളെല്ലാം കുത്തി നിറച്ച് വെക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ ചീഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് കളയും. ഇതൊക്കെ തന്നെ വലിയ വൃത്തിയും ഇതൊന്നും ഉണ്ടാവില്ല. എന്നാലും മാക്സിമം വൃത്തിക്ക് ആക്കി വെക്കാൻ ഞാൻ ശ്രമിക്കും. എന്നാൽ പോലും എന്താ പറയുക, എല്ലാം കുത്തി നിറച്ച് അല്ലേ, ഇങ്ങനെ തന്നെയല്ലേ കുറേ പേരുടെയെങ്കിലും. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ഞാനിങ്ങനെ എല്ലാ പാത്രങ്ങളിലാക്കി വെക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്കത് എടുത്താലും കുറച്ച് കൂടി വൃത്തി കിട്ടില്ല. നാരങ്ങയൊക്കെ ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഈ പൊടികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഒന്നിൻ്റെ ഡപ്പയിൽ അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥലമില്ലേ, ഒന്നും വെക്കാൻ സ്ഥലമില്ല. അതാണ് എന്ത് ഫ്രിഡ്ജ് മേടിച്ചാലും എനിക്ക് സ്പേസ് ഇല്ല. എപ്പോഴും ഷോപ്പിങ്ങിന് പോകാൻ ഇവിടെ ആരും വില്ലിങ് അല്ല. പിന്നെ നമുക്കും അത് ബുദ്ധിമുട്ടാണ്, ടൈമില്ല. അതുകൊണ്ട് തന്നെ ഒന്നിച്ച് കുറേ സാധനം മേടിക്കുമ്പോൾ നമുക്ക് ഒട്ടും വെക്കാൻ സ്ഥലമില്ല. അത് തന്നെയാണ് എൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ ഉള്ളത് ഞാനിങ്ങനെ ഡപ്പകളിലാക്കി വെക്കും. പിന്നെ ഈ അരിപ്പൊടി മൈദയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കും കേട്ടോ, അല്ലെങ്കിൽ പൂത്ത് പോകുമെന്ന് എനിക്ക് പേടിയാണ്. പിന്നെ പാല്, തൈര് അതെല്ലാം ഇങ്ങനെ ഡപ്പകളിലാക്കി വെക്കും. അതാണ് പാൽ നമ്മൾ ഒന്നിച്ച് മേടിച്ച് വെക്കും. എന്നിട്ട് ഇങ്ങനെ കാച്ചിയിട്ട് ഞാൻ ഡപ്പകളിലാക്കി വെക്കും. അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. വിശന്നിട്ട് വയ്യാട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയാണ്. ഇന്നലെ രാത്രി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു. ഇത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ. തലേദിവസേ തന്നെ ഞാൻ എല്ലാം ഉണ്ടാക്കി വെക്കും. ചപ്പാത്തി ആണെങ്കിൽ അങ്ങനെ, ദോശയാണെങ്കിൽ ദോശയ്ക്ക് മാവ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇവിടെ വരുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് എനിക്ക് എന്തായാലും എന്തെങ്കിലും കഴിച്ചിരിക്കണം. അങ്ങനെയാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ തേൻ കൂട്ടിയിട്ടാണ് ചപ്പാത്തി കഴിക്കാൻ പ്ലാൻ കേട്ടോ. അങ്ങനെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാറുണ്ട് അങ്ങനെ. അശ്വിനാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് റോളാക്കിയിട്ട് ഈ തേനും അതുപോലെ തന്നെ നമ്മുടെ പീനട്ട് ബട്ടർ അതത്ര ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. എന്നാലും ഞാൻ ഇടയ്ക്ക് അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ, വേറെ കറികളൊന്നും ഇല്ലാത്തപ്പോൾ. അങ്ങനെ തേൻ കൂട്ടി ഞാനും ജോയും സാധാരണ രീതിയിൽ കഴിക്കാറുണ്ട് കറി ഉണ്ടെങ്കിൽ. ഇപ്പോൾ നമുക്ക് ചിക്കൻ കറി ഇന്നലെ വെച്ചതുകൊണ്ട് അത് അവരൊക്കെ എണീറ്റ് വരുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കും. പക്ഷെ ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് തേനും കൂട്ടിയിട്ടാണ്. പാൽച്ചായയും നമ്മുടെ ചപ്പാത്തിയിൽ നന്നായിട്ട് തേനും കൂട്ടി തെച്ചിട്ട് ഇങ്ങനെ റോള് പോലെ ചുരുട്ടും, എന്നിട്ട് കഴിക്കും. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞങ്ങൾ എല്ലാവരും അങ്ങനെ കഴിക്കുന്നതാണ്. ഒത്തിരി നല്ലതാണ് നമ്മൾ തേൻ കഴിക്കുന്നത് കേട്ടോ. ഒത്തിരി അളവിൽ കൂടുതൽ കഴിക്കേണ്ട, പക്ഷെ നമ്മൾ തേൻ കഴിക്കുന്ന ഒത്തിരി ഗുണം കിട്ടും നമ്മുടെ ശരീരത്തിന്. നമുക്ക് നിങ്ങൾക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് വൻതേന് ചെറുതേനും കൂടി ഒന്നിച്ച് ഒഴിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ചെറുതേ മാത്രമായിട്ട് വരുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി അല്ലേ. അപ്പോൾ ഞാൻ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഗുണം കിട്ടട്ടെ എന്നോർത്ത് ഇതിലിങ്ങനെ ഒഴിച്ചു വെക്കും. എന്നിട്ട് ഇതങ്ങനെ ഉറുമ്പ് കയറാതെ. ഇതിപ്പോൾ ഈ റാമിക് വെസൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കിച്ചണിലെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ.
ഇതിപ്പോൾ സെറാമിക് ആയതുകൊണ്ടും ഇതിൻ്റെ അടപ്പ് ഒത്തിരി അങ്ങ് ടൈറ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൽ ഒഴിച്ച് വെച്ചിട്ട് അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെക്കും. അപ്പോൾ ഇങ്ങനെ ഉറുമ്പോ അതോ ഇതോ ഒന്നും കയറത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിൽ വെച്ചാലും ഉറുപ്പ് കയറും, തേനിൽ പ്രത്യേകിച്ചും. അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ എന്നെ സംരക്ഷിക്കുന്നത്. അങ്ങനെ തേൻ കഴിക്കാറുണ്ട്. ഒത്തിരി നല്ലതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, നമ്മുടെ ശരീരം കുറച്ച് വണ്ണം കുറയാൻ. തേൻ്റെ നിങ്ങൾക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ചായ വെക്കുന്ന കൂട്ടത്തിൽ പറയാം കേട്ടോ എന്തൊക്കെ കാര്യങ്ങളാ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ തേൻ കഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇന്ന് നമുക്ക് കുറേ പരിപാടികളുണ്ട്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചവരെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൊറിയർ വിടാനും അത് ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകണം. കുറേ സാധനങ്ങൾ തീർന്നിരിക്കുക, അപ്പോൾ അതൊക്കെ മേടിക്കണം. പിന്നെ പുറമേ നിന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് കൽപ്പറ്റ നല്ലൊരു ഹോട്ടലുണ്ട്. നമുക്കല്ല കേട്ടോ, ആർക്കോ ഒരാൾക്കുണ്ട്. നമ്മളവിടെ പോകാറുണ്ട്. നല്ല രസമുള്ള അന്തരീക്ഷമുള്ളൊരു ഹോട്ടലാണ് ഓഷ്യൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് ഓർക്കുവാണ്. മഴയായിരിക്കും ചിലപ്പോൾ ഉച്ച കഴിഞ്ഞാൽ. എന്നാലും നമുക്ക് പോകാം. എങ്ങനെ പോയിട്ട് പറ്റിയാൽ ഞാൻ അവിടുത്തെ സീനറികളൊക്കെ ഷൂട്ട് ചെയ്യാം. അതിൻ്റെ ഉള്ളിലൊക്കെ അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നറിയില്ല. എന്നാലും നമുക്ക് പോയി നോക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മുടെ സുപ്രഭാതം തുടങ്ങാം. സുപ്രഭാതം അല്ല കേട്ടോ, ഞാൻ കുറച്ച് നേരം എണീറ്റിട്ട് രാവിലത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്തു. നമുക്ക് ഞാൻ പെട്ടെന്ന് ഇപ്പം വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ പുറമേയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കും. പിന്നെ ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുക്കുക, പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുക, അങ്ങനെ പുറമേയുള്ള എല്ലാം കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കും. കോഴിക്ക് തീറ്റ കൊടുക്കുക, അങ്ങനെയൊക്കെ. അപ്പം അല്ലെങ്കിൽ പിന്നെ നമുക്ക് പുറത്തോട്ട് പോയി ഒത്തിരി ലേറ്റാവും. അപ്പോൾ അവർ വിശന്നിരിക്കട്ടെ. അങ്ങനെ ഇനി ഞാൻ ചായ വെക്കട്ടെ. അങ്ങനെ ഇപ്പം ഞാൻ പക്ഷേ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ സമയം കഴിഞ്ഞിട്ട് വീഡിയോ ഷൂട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഇച്ചിരി വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പൊട്ടൊക്കെ കുത്തി കണ്ണൊക്കെ എഴുതി വേണമല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല കേട്ടോ. ആദ്യം തന്നെ ഞാൻ പല്ല് വെച്ചിട്ട് ഉടനെ തന്നെ ഞാൻ ചായ വെച്ചിട്ട് തന്നെ പല്ല് വെക്കാൻ പോകുന്നത് ചില ദിവസങ്ങൾ. അത്രയും എനിക്ക് ആലോചിക്കും. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി നമുക്ക് ചായ വെക്കാം, എന്നിട്ട് നമുക്ക് കഴിക്കാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. കിച്ചണിലെ മിക്ക ചെടികൾ, ഈ ചെടികളെല്ലാം ലൈവായിട്ടുള്ളതാണ് കേട്ടോ. ഹോയ പ്ലാന്റ്സ് ആണ്. പിന്നെ ഈ മണി പ്ലാന്റ് പോലത്തെ ഉണ്ട്. അതാകുമ്പം ചെറിയ ഷെയ്ഡിലാണെങ്കിലും വളരുന്നതാണ്. ഇവിടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും എളുപ്പമാണല്ലോ. പിന്നെ പുറത്ത് കുറേ ചെടികൾ അവിടെ വളർന്നിട്ടുണ്ട്. ചായ തിളയ്ക്കണ സമയം മുഴുവൻ ഞാനിവിടെ വന്ന് എനിക്ക് ഇന്ന് കുടിക്കാനുള്ള ഗ്ലാസ് തപ്പലാണ് കേട്ടോ. ലിജോയ്ക്ക് ആകെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും ഒരേ ഗ്ലാസ്, അത് മാത്രമേ കുടിക്കത്തുള്ളൂ കേട്ടോ. അശ്വിനും ഇതുപോലെ 1-2 ഗ്ലാസ്സുകൾ. ബാക്കി ഈ കാണുന്ന ഗ്ലാസ്സുകൾ ഞാൻ എനിക്ക് വേണ്ടി മേടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഞാൻ അഡിക്റ്റാണ് നല്ല ഭംഗിയുള്ള സെറാമിക്കിൻ്റെ ഗ്ലാസ്സുകൾ കേട്ടോ. ഓരോ വട്ടം ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ സെക്ഷനിൽ പോയി നോക്കും. എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഗ്ലാസ്സുകളുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വെള്ളയിൽ എന്തെങ്കിലും പൂക്കൾ അങ്ങനെ എന്തെങ്കിലും എഴുത്തൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുകൊണ്ട് വൈഫിന്ന് എഴുതിയിട്ടുണ്ട്, ഒരെണ്ണത്തിൽ ഹബ്ബിന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ വന്ന് ഈ റാക്ക് കറക്കൽ തന്നെ എനിക്ക് പണിയിട്ട് ചായ തിളയ്ക്കണ വരെ. എന്നിട്ട് ഇന്ന് ഏതിൽ കുടിക്കണം, ഇത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്, ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി. ഇത് കണ്ട മരത്തിൻ്റെ ഗ്ലാസ്സാണ്. അങ്ങനെ നിറച്ച് ഗ്ലാസ് മേടിച്ച് വെക്കും. ഇത് മാത്രമല്ല കേട്ടോ, താഴത്തെ ഷെൽഫിൽ കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇത് മാറ്റിയിട്ട് അടുത്തത് എടുത്ത് വെക്കും. ഞാൻ ഭയങ്കര അഡിക്റ്റാണ് ഇങ്ങനത്തെ പാത്രങ്ങൾ കേട്ടോ. അത് ഗ്ലാസ്, ബാക്കിയൊക്കെ ഞാൻ ഓരോന്ന് മാത്രമേ മേടിക്കുള്ളൂ ആവശ്യത്തിന്. ഗ്ലാസ്സുകൾ പക്ഷേ ഞാൻ ഒത്തിരി മേടിച്ച് കൂട്ടും. എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു സെൽഫ് എൻജോയ്മെൻറ്റ്. അപ്പോൾ നല്ല കടുപ്പത്തിലേക്ക് ചായ. നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചപ്പാത്തി അല്ലേ, അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചൂടാക്കാം. അതിന് വേണ്ടി ഞാൻ മേടിച്ചേക്കുന്ന ഒരു സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. ഇത് ഒരു പാത്രം എന്നല്ല, എന്തായാലും പറയാം, എന്തേലും അല്ലേ, അങ്ങനെ ഒരു സാധനം. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഭയങ്കര യൂസ്ഫുള്ളാണ്. അടിയിൽ കണ്ടോ തീ കത്തുന്നുണ്ടോ ഇങ്ങനെ പാട് പിടിച്ചിരിക്കുന്നത്. പക്ഷെ പുറമേ കണ്ടോ ഒരു തവ പോലെയുള്ള സംഭവമാണ്. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. നമുക്കിപ്പോൾ എണ്ണ ഇല്ലാതെ ഒന്നുകൂടെ ചൂടാക്കി എടുക്കണമെങ്കിൽ അടിയിൽ നന്നായിട്ട് തീ കരിക്കുള്ളൂ. 2 സ്ഥലത്തും ഇങ്ങനെ ഓട്ടയാണ്. അപ്പം പിന്നെ ഈ ചപ്പാത്തിയൊക്കെ എണ്ണയില്ലാതെ പൊള്ളിച്ചെടുക്കാനും അങ്ങനെ ഇത് ഞാൻ രണ്ട് സംഗതികൾക്ക് ഉപയോഗിക്കുന്നത്. ഒന്ന് ഇങ്ങനെ ചപ്പാത്തിയൊക്കെ എണ്ണയില്ലാതെ, രണ്ടാമത് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക രാവിലെ ആകുമ്പോൾ. അങ്ങനെ പിന്നെ ഇതിൽ ഞാൻ ചുട്ടു നോക്കിയിട്ടില്ല കേട്ടോ, പൊങ്ങി കിട്ടുമോ എന്നുള്ളതൊക്കെ. ഇങ്ങനെ ചിലവരിങ്ങനെ ഈ സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്നതാണ് മേലെ, അങ്ങനെ അത് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയും
ഇതിനകത്ത് ചുട്ടെടുക്കും. മുളകും ഇതിനകത്ത് ചുട്ടെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ചമ്മന്തി അരക്കത്തില്ലേ, ചുട്ടരച്ച ചമ്മന്തി, അത് നല്ല രസമാണ്. ഇച്ചിരി പുളിയും ഇട്ട് അങ്ങനെയൊക്കെ ഇട്ട് വേണേൽ തേങ്ങ ഇടാം, അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമുക്കിങ്ങനെ കുത്തിപ്പൊട്ടിച്ച പോലെ ആക്കാം, അല്ലാതെ തന്നെ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് ചമ്മന്തി അരച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഉപയോഗിക്കാറുണ്ട്. അടിയിൽ നന്നായിട്ട് തീ കത്തിയിട്ട് ഇങ്ങനെ പൊള്ളി കിട്ടും പോലെ ആകും. അപ്പോൾ ഇതിൽ നമുക്ക് ചപ്പാത്തി ഒന്നുകൂടെ ചൂടാക്കി എടുക്കാം. ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് പോലും വേണ്ട, അടിപൊളിയായിട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ചപ്പാത്തി പോലെ ആയി കിട്ടും. ഇതുപോലെ ഇത് നന്നായിട്ട് അങ്ങ് വെറുതെ ഓണാക്കിയാൽ മതി, ചൂടാവാൻ നിൽക്കണ്ട. തീ ഇങ്ങനെ ഡയറക്റ്റ് കയറിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പം അങ്ങനെ എന്നിട്ട് ഒരു 10 സെക്കൻഡ് വെച്ചാൽ മതി. എന്നിട്ട് മറിച്ചിടുക. അത് സോഫ്റ്റ് ആയിട്ട് ചൂടായിട്ടിരിക്കും. ഇനി വേണമെങ്കിൽ ഇച്ചിരി എണ്ണ പരക്കിയിട്ട് നമുക്ക് ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ പക്ഷെ എണ്ണ പറ്റാറില്ല. വേണമെങ്കിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും തൂക്കി കൊടുക്കാം, വേണമെങ്കിൽ ബട്ടറോ എന്തെങ്കിലും തേച്ച് കൊടുക്കാം, അത് ഓക്കെയാണ്. ഒന്ന് തിരിച്ചും മറിച്ചിടും. അടിപൊളി. ഒരു എത്ര സെക്കൻഡ്, 10 സെക്കൻഡ് എടുത്താണ് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇത്ര മതി. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് രാവിലെ ഒന്ന് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെക്കും. അപ്പോൾ 2 ദിവസം വരെയൊക്കെ ഉണ്ടാക്കി വെക്കും. ഉണ്ടാവും, കുറേ ഉണ്ടാക്കി വെക്കും. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു 10 സെക്കൻഡ് മതി, നന്നായിട്ടൊക്കെ സോഫ്റ്റ് ആകും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ 1-2 ദിവസത്തേന് ചപ്പാത്തി ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കേടാവത്തൊന്നുമില്ല. പുറത്ത് തന്നെ വെച്ചാൽ ഫ്രിഡ്ജ് വെക്കരുത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പണി എളുപ്പത്തിൽ തീരും. അല്ലെങ്കിൽ നമ്മൾ കുക്കിന് കയറി അന്നത്തെ ഒരു ദിവസം മുഴുവൻ ഉള്ളി പൊളിച്ചും വെളുത്തുള്ളി നന്നാക്കിയും ചപ്പാത്തിക്ക് കുഴച്ചും അതുരുട്ടിയും ഒക്കെ തീരുമല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി ഒരു ജോലിക്കും സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഫുഡ് ആക്ച്വലി അതാത് നേരം ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് നടക്കില്ല കേട്ടോ. എനിക്ക് ബാക്കിയുള്ള പണികളും കാര്യങ്ങളും എല്ലാം തീരണമെങ്കിൽ എനിക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടി വരും. ഉറങ്ങാത്ത സമയം മുഴുവൻ മിലോ എൻ്റെ ക്ഷേമം അന്വേഷിച്ച് എൻ്റെ പുറകെ നടക്കും. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ നടക്കൂട്ടോ കൂടെ. ഇനി നമുക്ക് നമ്മുടെ തേനും കൂടി എടുക്കാം. സെറാമിക്കിൻ്റെ ഒരു വെസലാണ് ഇത്. ഇതിനകത്ത് ഞാൻ തേൻ ഇടുന്നത് ഒരു 1/2 സ്പൂണൊക്കെ മതി കേട്ടോ. ഒത്തിരി ഒന്നും ഒഴിക്കണ്ട കേട്ടോ, വളരെ കുറവേ ഞാൻ ഒഴിക്കോളേ. ഒരു 1/2 സ്പൂൺ തേനൊക്കെ മതി നമുക്കൊരു ദിവസം. എനിക്ക് കിച്ചണിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ഒത്തിരി ടിഷ്യൂ പേപ്പർ വേണം കേട്ടോ. നീ ചോദിക്കും, അതെ, ഒത്തിരി ടിഷ്യൂ പേപ്പർ എടുക്കും. എപ്പോഴും കൈ കഴുകി തുടക്കൽ ഇത് തന്നെ പണി കേട്ടോ. എൻ്റെ അതൊരു ശീലമായിപ്പോയി കേട്ടോ. നമുക്ക് കഴിക്കാം. എല്ലാ ദിവസവും ഞാൻ ഇവിടെ ഇരുന്ന് നല്ലതായിട്ട് കഴിക്കണേ. വളരെ അപൂർവം ദിവസം ഇവിടെ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഫ്രണ്ട് ഡോറ് തുറന്നിട്ട് നമ്മുടെ വരാന്തയിൽ നിറച്ച് ചെടിയില്ലേ, അപ്പോൾ ഡോറ് തുറന്നിട്ട് ഈ ചപ്പാത്തി റോൾ ഇങ്ങനെ എടുത്തിട്ട് പോകും, ചായ എടുത്തിട്ട് പോകും, കണ്ടോണ്ടാണെന്ന് എല്ലാം എല്ലാം കണ്ടോണ്ട് ആസ്വദിച്ച് തിന്നോണ്ട് നടക്കും. നല്ലൊരു കാറ്റും തണുപ്പും രാവിലത്തെ ഒരു അന്തരീക്ഷവും അതെല്ലാം കൂടി നല്ല രസമാണ്. നേരം നല്ല ഫീല. കോയൻ്റെ അതിനിടയ്ക്ക് പിങ്കും ഉണ്ട്. ഇത് പക്ഷേ ക്യാമറയിൽ ഇവിടെ ഒരു ഇരുട്ടെ ക്യാമറ വെക്കുമ്പോൾ കേട്ടോ, അല്ലെങ്കിൽ നല്ല വെട്ടമുണ്ട്. ഇവിടെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഏരിയ. പക്ഷെ ക്യാമറ വെക്കുമ്പോൾ എനിക്കറിയത്തില്ല, ഇവിടെ ഒരു ഇരുട്ട് പോലെ തോന്നാം. നല്ല ലൈറ്റ് ഡയറക്റ്റ് ക്യാമറ ഇട്ട് വരാത്തുള്ളൂ. എന്ത് രസമെന്ന് നോക്കി. അയ്യോ, നിറച്ച് എന്തൊരു രസമാണെന്നറിയോ കാണാൻ. വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിറച്ച് വിരിയുമ്പോൾ വരാണ്ട് നിറച്ച് കണ്ട. ഇത് വേര് ഒരു കുഞ്ഞു തണ്ട് മതി, ഇത് പിടിച്ച് കിട്ടും. കണ്ട നിറച്ച് വേരാ അങ്ങനെ. പക്ഷെ ഞാൻ ഒത്തിരി നട്ടിട്ടുണ്ട്, വളർത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ തൈ നമ്മൾ സെയിലുണ്ട് കേട്ടോ, അടിപൊളിയാണ് പോയ. പക്ഷെ തൈ ചെറുതാണ് കേട്ടോ. വേര് പിടിപ്പിച്ച തൈ ഞാൻ മേടിച്ചിട്ട് സെയിലാക്കുന്നുണ്ട്. ഞാനിത് മുറിച്ച് നട്ട് വളർത്തിയെടുക്കുന്ന അല്ല കേട്ടോ. അത് ഭയങ്കര പണിയല്ലേ, എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല. നമുക്ക് സുഖമായിട്ട് തൈ വേരുള്ളത് പിടിപ്പിച്ചാൽ നട്ട് ഇത് വളർത്തിയെടുക്കാം അങ്ങനെ. പക്ഷെ എന്ത് രസമല്ലേ. അയ്യോ, എന്ത് രസമാണ്. ഞാൻ ശ്രദ്ധിച്ച് റെക്കോർഡായോ എന്ന് പോയി നോക്കിയപ്പോൾ എൻ്റെ ഉടുപ്പും ഈ ചെടിയായിട്ട് സാമ്യമുണ്ടല്ലേ. പൂക്കള് നിറച്ച് പച്ചയിൽ വെള്ളപ്പൂക്കൾ, അതുപോലെ തന്നെ പച്ചയിൽ വെള്ളപ്പൂക്കളായിട്ട് നിൽക്കുന്ന അന്തരീക്ഷം അല്ലേ, അടിപൊളിയല്ലേ. ആഹാ, എന്താ രസം. പിങ്കും വെള്ളയും കൂടി നിറഞ്ഞേക്കുന്നത് ഭയങ്കര രസമായി, അടിപൊളി. മിയ
ഞാൻ പുറത്ത് നമുക്കൊരു കൂടുണ്ട്, അവിടെയാണ് വളർത്തുന്നത്. മിലോന് മാത്രമേ വീട്ടിൻ്റെ ഉള്ളിൽ ഇടാറുള്ളൂ കേട്ടോ. എല്ലാത്തിനും കൂടി വീടിൻ്റെ ഉള്ളിൽ ശരിയാവില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ നേരെ ഇതുപോലെ തന്നെ ഡോർ തുറന്നിട്ട് ഉള്ളിൽ കൊണ്ടുവരും. ഇപ്പോഴാണെങ്കിൽ അവൾക്ക് ഞാൻ പറഞ്ഞില്ല ഹീറ്റിംഗ് ടൈമാണ്. അപ്പം അവളോട് രാവിലെ കൊണ്ട് അവളെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടിടാം. നമുക്ക് നോക്കാം മിലോയ്ക്ക് ഇന്ന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാവുമോ എന്നുള്ളത്. മിലോയ്ക്ക് ഒന്നിനും താല്പര്യമില്ല, സന്യാസി ലൈഫ് തന്നെ തുടരാനാണ് പുള്ളീൻ്റെ പ്ലാനെന്ന് തോന്നുന്നു. ഒരാഴ്ചയായി മിയ കരഞ്ഞു നടക്കുന്നു. എങ്ങനെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി കമൻറ്റ് വന്നു കേട്ടോ എനിക്ക് വാട്സപ്പിൽ. ഒത്തിരി പേര് പറഞ്ഞു സെയിം സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നവരുണ്ട് എന്നൊക്കെ. അങ്ങനെയൊക്കെ എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം. മിലോൻ്റെ ഒരു കുഞ്ഞ് നല്ല രസമല്ലേ, നല്ല വലിപ്പമുള്ള പൂച്ചയാണ്. അവൻ നല്ല രോമമുണ്ട്, പിന്നെ നന്നായിട്ട് ഇണങ്ങും, അങ്ങനെയൊക്കെ നല്ല ഗുണങ്ങളുള്ള ഒരു പൂച്ചയാണ്. അപ്പോൾ അവൻ്റെ ഇന്നൊരു കുഞ്ഞും കൂടി നമുക്ക് വളർത്താൻ വേണ്ടി എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനാണ് ഇതിനു മുമ്പുള്ള കുഞ്ഞുങ്ങൾ പിന്നെ ഒരു ജിഞ്ചർ കളറുള്ള ഒരു പൂച്ച ഉണ്ടായിരുന്നു നമുക്കിവിടെ. അതിൻ്റെയാണ്, ഈ മിലോയിൻ്റെ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിയ കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ട് അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ ചെക്കൻ്റെ അടുത്ത് വിടാം. നമ്മൾ നിലത്തിട്ടേക്കണ ഈ പച്ച ചവിട്ടിയില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ, ഇതുപോലത്തെയാണ്. ആ കൂട്ടിലെല്ലാം ഞാൻ വിരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ എടുത്ത് കുറേ ദിവസമായതുകൊണ്ട് ഇന്നലെ ഞാൻ എടുത്ത് അതെല്ലാം ഒന്ന് കഴുകി പുറകുവശത്തിട്ടേക്ക് വന്ന് ഉണങ്ങാൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ ഇതാണ്, ഇങ്ങനെ അല്ല കേട്ടോ, പച്ച ഇട്ടിട്ട് മുഴുവനും അവർക്ക് നല്ല വീടാണ് ഉണ്ടാക്കി കൊടുത്തത്. ജിഞ്ചറിൻ്റെ കളറല്ലേ ചേട്ടാ, ജിഞ്ചോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാ ജിഞ്ചർ. ഇത് മാത്രം എന്തോ ആയിപ്പോയി, റാറ്റും കുഞ്ഞ്. ഇത് ഉണ്ടായപ്പോൾ തന്നെ എന്തോ ഇച്ചിരി അബ്നോർമലായിട്ട് ആ കുഞ്ഞുണ്ടായത്, വളർച്ചയില്ല. അപ്പോൾ അതിനെ നമ്മൾ ഇനി വളർത്തിയെടുക്കണം. മേ ബി അതിനെ ആരും മേടിച്ചുകൊണ്ട് പോകത്തില്ലായിരിക്കും, അപ്പോൾ നമ്മൾ തന്നെ വളർത്തേണ്ടി വരും. എന്നാലും ഒക്കെ പാവം, എൻ്റെ നോട്ടം കണ്ട പാവം തോന്നും. ജിഞ്ചർ പക്ഷെ സ്മാർട്ടാണ് കേട്ടോ. ജിഞ്ചർ ഇത് 3 സെക്ഷനായിട്ടാണ് ഞാൻ ഇവർക്ക് ഇവിടെ അറേഞ്ച് ചെയ്തേക്കണേ. ഇത് അവർക്കൊരു ബെഡും കൂട്ടും ഒക്കെ അതിൻ്റെ അപ്പുറം തീറ്റ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ വെള്ളം വെക്കും ഈ സൈഡിൽ. ഇവിടെ മഴ ഇച്ചിറക്കുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ വെള്ളം വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറം ലിറ്റർ വെച്ചിട്ടുണ്ട് 3ാമത്തെ തട്ടിൽ. അങ്ങനെ വിശാലമായ ഷോറൂമിലാണ്. 3 റൂമുള്ള വീടാണ് ജിഞ്ചറിന്. ജിഞ്ചർ ഇണങ്ങി തുടങ്ങിയില്ല കേട്ടോ. ലിച്ചോ ഭയങ്കരമായിട്ട് ഇതിനെ എടുത്തുകൊണ്ട് നടക്കും ജിഞ്ചറിനെ. ഇപ്പം അതിന് ഇച്ചിരി പേടി കയറിയ പോലെ. എങ്ങനെയാണ് മിയാക്കുട്ടി? എന്താ മിയയ്ക്ക് തിരക്കായി വാതിൽ ഓർത്ത് അങ്ങോട്ട് പോകാനിട്ട്. കണ്ടോ ഓടുന്നുണ്ടോ? നിക്ക്, ഞാൻ കൂടി വന്നിട്ട് വേണം മിയോക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിന് നോക്കിയിരിക്കുക. നിക്ക്, ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. ഡോർ അടച്ചേക്കുന്നുണ്ടാകും, വീട്ടിൽ കയറാൻ വേണ്ടിയിട്ടാണ് എന്നെ വെയിറ്റ് ചെയ്യുന്നത് അവളോടെ. ജിഞ്ചർ അച്ചടാ, അയ്യോ പിഞ്ചു എന്ന് ഞാൻ അതിന് പേരിട്ടേക്കണം കേട്ടോ. ആണോ പെണ്ണോന്ന് അറിയില്ല കേട്ടോ. കേട്ടോ പാവം പിഞ്ചു ഉണ്ടായപ്പോൾ തന്നെ എന്തോ ഇച്ചിരി ഒരു അബ്നോർമലായിട്ടാണ് ഉണ്ടായേക്കുന്നത് കേട്ടോ. വളർച്ചയില്ല, ഒരു എലിക്കുഞ്ഞ് പോലെ ആയിപ്പോയി, ബാറ്റ് കുഞ്ഞ് പോലെ ആയിപ്പോയി. കണ്ടോ അങ്ങനെ ആയിപ്പോയി, പിഞ്ചായിപ്പോയി. പക്ഷെ അത് ഭയങ്കര പാവമാണ് കേട്ടോ. ലിച്ച ഒത്തിരി അതിനെടുത്തുകൊണ്ട് നടക്കും, പാവം തോന്നും. അത് അപ്പിടാൻ പോകുന്നുണ്ടോ? ലിറ്ററിലൊക്കെ കയറി പഠിച്ചു കേട്ടോ. അമ്മ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വൃത്തിക്കാണ് ഇവർ വളരുന്നത് കേട്ടോ. അമ്മ നല്ല സ്റ്റാൻഡേർഡുള്ള അമ്മ കേട്ടോ. മിയ ഭയങ്കര വൃത്തിയാണ് അവൾക്ക്. ഞങ്ങൾ ലിറ്ററിലൊക്കെ അപ്പിയിട്ട് പിള്ളേരെയൊക്കെ നല്ല പഠിപ്പിച്ചിട്ടുണ്ട്. ജിഞ്ചർ പേടിയാ, ഓടുക. വണ്ടികളെക്കുറിച്ചും ചെടികളെക്കുറിച്ചൊക്കെ ഇന്നലെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിലൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് പച്ചപ്പുല്ലും കൂടി പിടിപ്പിച്ചെടുക്കണം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലാണേ. അവിടെ എനിക്ക് പച്ചപ്പുല്ലും കൂടി പിടിപ്പിച്ചെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് ചെയ്യണം. പിന്നെ അതേ നമ്മുടെ പസ്സികൾ, കൊക്ക്, പ്രാവ്, മുയൽ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ ലൈവ് പ്ലാന്റുകളാണ്. ഇതാ ഈ ഇങ്ങനെ സ്റ്റെപ്പേ വെച്ചേക്കണം മുഴുവൻ. നമുക്കിതാ മുകളിൽ നിന്നുള്ള സൂര്യപ്രകാശം ഇങ്ങനെ കിട്ടും രാവിലെ ജനലിൽ നിന്ന്. അതുകൊണ്ട് ഇവിടെ എല്ലാം വളർന്ന് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇതിലൊക്കെ കണ്ടോ എല്ലാം. പിന്നെ ഈ ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാലും നമ്മൾ മേടിക്കുന്നതൊന്നും പകുതി ഇൻഡോർ പോലെയൊന്നും വളരില്ല കേട്ടോ. നമ്മൾ ഈ ഇംഗ്ലീഷുകാരുടെ വീഡിയോ കണ്ട് മേടിച്ച് വെച്ചാലും എനിക്ക് ഒത്തിരി നഷ്ടം വന്നിട്ടുണ്ട്. പിന്നെ അതിൽ വളർന്ന് കിട്ടുന്ന ഒരു കുഴപ്പമില്ലാതെ വളർന്ന് കിട്ടുന്നതാ ഇങ്ങനെ ഒരു തിളക്കമുള്ള ഒരു ഇലയുള്ള ഇത് മണി പ്ലാന്റ്. അതല്ല, ഇങ്ങനെ ഒരു തിളക്കമുള്ള ഒരു ഇലയുണ്ടല്ലോ ഇങ്ങനെ, ഇത് നന്നായിട്ട് വളർന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനങ്ങനെ കൂടുതൽ വെച്ചു. നല്ല പച്ചപ്പുക, നല്ല ഭംഗിയല്ലേ. പിന്നെ ഹോയ പ്ലാന്റിന് ഒത്തിരി വെയിലില്ലേലും ഷെയ്ഡിലും വളർന്ന് കിട്ടുന്നതാണ്. പക്ഷേ പൂവൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇച്ചിരി വെയിലടിക്കണം. നമ്മൾ പുറത്ത് വരാന്തരിട്ട പോലെ അങ്ങനെ. പക്ഷേ ഞാനിതിൽ ഹോയ പ്ലാന്റ് വെച്ചിട്ടുണ്ട്, അവിടുന്ന് കുറച്ച് വെയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് കണ്ടോ, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ ചെടികൾ, പച്ചച്ചെടികൾ ഇങ്ങനെ തൂങ്ങി ഇറങ്ങി കിടക്കുന്ന വനത്തിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ കാട്ടുജീവിയാണ് കേട്ടോ. അപ്പം അതാ ഇതിൽ ചുറ്റും വെച്ചിട്ടുണ്ട്. അതൊക്കെ ജനലിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് കുറച്ച് വെട്ടം കിട്ടും. അങ്ങനെയുള്ളത് കൊണ്ടാണ്. അങ്ങനെയൊക്കെ ചില ചെടികൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ അതായത് ഇപ്പോൾ കരിഞ്ഞ പോലെ ആയി തുടങ്ങി. അങ്ങനെ അതിൻ്റെ വേര് അനങ്ങി അങ്ങനെ നാശമാവും. അല്ലെങ്കിൽ ഇതുപോലെ അവിടെ നിന്ന് നന്നായിട്ട് വേര് പിടിച്ച് താഴോട്ട് തൂങ്ങിക്കിടക്കൂട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടോ. അതുകൊണ്ട്
നമ്മുടെ ഫ്ലോറിൽ ഇങ്ങനെ ഇലകൾ വീണ് കിടക്കും കേട്ടോ. ഇങ്ങനെ ലൈവ് പ്ലാന്റ് ഉള്ളതുകൊണ്ട് മുകളിൽ നിന്നൊക്കെ അപ്പോൾ എല്ലാ ദിവസവും നമ്മളിപ്പോൾ അടിച്ചു വരേണ്ടി വരും. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഇലകളൊക്കെ വീണിട്ട് കാടാക്കിയേക്കുവാണല്ലോ വീടിൻ്റെ ഉള്ളും. അതെപ്പോഴും വശം കുറച്ച് കമൻറ്റ് ആക്കും കേട്ടോ, കമൻറ്റ് പറയൂ കേട്ടോ, വീട് കാടാക്കിയേക്കോ വീടിൻ്റെ ഉള്ളും പുറവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കാട്ടിൽ ജീവിക്കുന്ന ഇഷ്ടം. എന്താണ് പൊന്നേ മുത്തേ 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 മിലു മുത്തേ അച്ഛേ ഉടുപ്പിട്ടിട്ടില്ല, ടൗച്ചറിട്ടിട്ടില്ല, ഉടുപ്പിട്ടിട്ടില്ല. എന്നിട്ട് വയറ് കാണിക്കുക, എൻ്റെ കൊച്ചു ഡിപ്രഷൻ അടിച്ചെടുക്കുവാണോ? രാവിലെ ഡിപ്രഷൻ അടിച്ചെടുക്കുവാണോ? മുത്തേ ഡിപ്രഷൻ അടിച്ചെടുക്കുവാണോടാ? ഡിപ്രഷൻ അടിച്ചെടുക്കുവാണോ രാവിലെ? അമ്മേൻ്റെ പൊന്ന് ഡിപ്രഷൻ അടിച്ചെടുക്കുക, ഡിപ്രഷൻ അടിച്ചെടുക്കുക. എന്ന് വെച്ചോ മുത്തേ, ഇവിടെ നല്ല വെയില്. രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ആശ്വാസം. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് കൊറിയർ ഇന്നലെ എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് കുറേ ഞാൻ സെൻഡാക്കി. ബാക്കി കുറച്ച് കൊറിയറിൻ്റെ സ്ലിപ്പും കൂടി ഇതുപോലെ അയച്ചു കൊടുക്കാനുണ്ട്, ട്രാക്കിംഗ് ഐ ഡി ഒക്കെ. പിന്നെ ഇന്ന് നമുക്ക് എഴുതണം, പുതിയത് ഒക്കെ എഴുതാനുണ്ട്. അങ്ങനെയാണ്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പം പിന്നെ ഇന്നലെ എനിക്ക് അവന് സെൻഡാക്കി കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് പ്രിൻ്റ് എടുത്ത് അയക്കേണ്ടത്. അപ്പം ഞാൻ രാവിലെ ഇരുന്ന് ഇപ്പോൾ എഴുതിയിട്ട് ആശം കൊച്ച് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവനെ കൊണ്ട് പ്രിൻ്റ് എടുപ്പിച്ചിട്ട് ഉച്ച കഴിയുമ്പോഴത്തേക്കും 5 മണി വരെ ഉണ്ട് കൊറിയർ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അയക്കാമെന്ന് ഓർക്കുവാണ്. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ചില പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഈ ഒരു ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അടിപൊളിയാണ് ഫേസ് വാഷ് പൗഡർ. മേടിച്ച എല്ലാവർക്കും അത്ര ഉപകാരമുണ്ട്. കമൻറ്റ് സെക്ഷനൊക്കെ നോക്കിയാൽ കാണാം. പക്ഷേ എനിക്ക് ഒത്തിരി വാട്സപ്പിൽ എല്ലാവരും ഇടുന്ന കമൻറ്റുകൾ ഞാൻ ഓർത്ത് വീഡിയോ ആയിട്ട് എടുത്ത് ചെയ്യാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ അത്രയും ഗുണമുള്ളതാണ് ഈ ഫേസ് വാഷ്. അത്രയും മരുന്നുകൾ ചേർത്തിട്ടാണ്, ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ട് പൊടികൾ വേര് പൊടിച്ചതും ഒക്കെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കണം. അപ്പം കെമിക്കൽ ചേർന്ന ഫേസ് വാഷുകൾ ഉപയോഗിക്കുന്ന കാര്യം എത്രയോ നല്ലതാണ്. നിങ്ങളിത് മേടിക്കും, അധികം പൈസയില്ല, ഒത്തിരി നിറച്ചുണ്ട്, ഒത്തിരി നാൾ ഉപയോഗിക്കുക. ഒരു തുള്ളി എടുത്താൽ മതി കയ്യിലേക്ക്. എന്നിട്ട് ഇച്ചിരി വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മൾ മുഖത്ത് ഇങ്ങനെ ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റും കൂടിയുണ്ട്. ഒത്തിരി അങ്ങനെ ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യേണ്ട, അതാണ്. പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ വേണ്ടവർ മേടിക്കും കേട്ടോ. ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്, ഇട്ട് എല്ലാവർക്കും ഉപകാരം. അങ്ങനെയുള്ളതാണ്. പിന്നെ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ട്, രക്തശാലി ഫേസ് പാക്ക് ഉണ്ട്. അതിലും അടിപൊളിയാണ്. ഇത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇതിൻ്റെ പ്രിന്റ് കാണിക്കാൻ പറ്റാത്തത്. ഇത് ഫേസ് മസാജ് ഓയിലാണേ. അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്. അത്രയും ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ടുണ്ടായിരിക്കണതാണ്. മുഖത്ത് നമ്മൾ തേച്ചിട്ട് എല്ലാ ദിവസവും ഒന്ന് ഫേസ് മസാജ് ചെയ്യുവാണെങ്കിൽ അത് ഞാൻ പൊട്ടിക്കണ്ടല്ലോ, ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ട് അങ്ങനെ അപ്പോൾ അത് അത്രയും നല്ലതാണ് കേട്ടോ. അത് മേടിച്ചോളൂ കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പം ചില പ്രോഡക്റ്റ് ഞാൻ എടുത്തുകൊണ്ടൊന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനി ഞാൻ എൻ്റെ ജോലികൾ തുടരട്ടെ കേട്ടോ. നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോകണം. അപ്പോൾ അതിൻ്റെ ക്ലിപ്സൊക്കെ ഞാൻ പറ്റിയ എടുക്കാം കേട്ടോ. ഇത് ഞാൻ മിലോ കുട്ടിന് മേടിച്ചേക്കുന്ന പിന്നെ ബെഡാണേ. ഇതിനെത്ര 800 രൂപ വെച്ചൊക്കെ ആവും കേട്ടോ ഒരെണ്ണത്തിന്. അപ്പോൾ ഇതിൻ്റെ എവിടെ നിന്ന് മേടിച്ചെന്ന് കുറേ പേര് ചോദിച്ചു. ഫ്ലിപ്കാർട്ടിലുണ്ടോ ക്യാറ്റ്സ് ബെഡ് എന്നൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഞാൻ കളർഫുള്ളായിട്ട് ചുവപ്പും റോസും ഒക്കെ മേടിച്ചു. ഇപ്പോൾ അതിൽ കിടന്ന് ശീലിച്ചു തുടങ്ങി കേട്ടോ. ഞാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ടേബിളിലൊക്കെ കയറും, എനിക്കിഷ്ടമില്ല. അല്ലെങ്കിൽ കസേര കയറിയിരിക്കും, അങ്ങനെയൊക്കെയാണ്. എവിടെയെങ്കിലും ഉയരത്തിലിരിക്കണം ഇവർക്ക്, അതാണ് ഇവരുടെ ഒരു ബേസിക് നേച്ചർ എന്ന് തോന്നുന്നു. എനിക്കപ്പോൾ ഇഷ്ടമല്ല. ബെഡിൽ ഒത്തിരി കിടക്കത്തില്ല. ഞാൻ ടർക്കിയൊക്കെ ഇട്ടിട്ട് എൻ്റെ കൂടെ കുറച്ച് നേരം കിടത്തുകൊണ്ട് ഭയങ്കര ഡിപ്രഷനാകുമ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ ഇച്ചിരിയൊക്കെ എടുത്തുകൊണ്ട് നടക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ കാലിൽ ചുട്ടി വന്ന് കിടന്നോളും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതുപോലത്തെ അല്ലെങ്കിൽ സോഫ കയറിയിരിക്കും, അതും എനിക്കിഷ്ടമില്ല. പിന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ ബെഡുകൾ മേടിച്ചു, 3-4 മേടിച്ചു. അപ്പോൾ അതിലിപ്പോൾ ഞാൻ കിടത്തി ശീലിപ്പിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട് ഒരു വിധമൊക്കെ, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ പിന്നെ ഫ്ലോറിൽ കിടക്കട്ടെ എന്ന് ഓർക്കും, എന്നാലും ഞാൻ ടേബിളിൽ കയറാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ കുറച്ച് പേര് ചോദിച്ചു ഈ ചെടികളെക്കുറിച്ച്. ഇതിലിപ്പോൾ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണെടാ. ഇവിടെ നമുക്ക് സെഞ്ചുറി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് വയനാട്ടിൽ അടിപൊളിയായിട്ട് എല്ലാ വെറൈറ്റി പ്ലാസ്റ്റിക് ഐറ്റം ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്. ഇതിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനലാണെന്ന് തോന്നില്ലേ, ചൈനക്കാരെ കുറേക്കാരെയൊക്കെ വീട്ടിലിരിക്കുന്ന അതുപോലെ. അങ്ങനെ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് വിൽക്കുന്ന, ബൾക്കായിട്ട് വിൽക്കുന്ന സെഞ്ചുറി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ആ കാര്യമ്പാടി വയനാട് അറിയാത്തവർക്ക്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെ അത്യാവശ്യം വിലയുണ്ട്, എന്നാലും കമ്പയറിങ് നമ്മൾ അതർ പിന്നെ കടകളിൽ നോക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിരിക്കും അവർ വിൽക്കുന്നത്. അങ്ങനെ അപ്പോൾ അവിടെ നല്ല നല്ല ചെടികൾ വരുമ്പോൾ ഇപ്പോൾ അവിടെ ഈ ഇടയ്ക്ക് വലിയ ചെടികൾ വരുന്നില്ല കേട്ടോ. എനിക്ക് വലിയ മരങ്ങളാണ് ഇഷ്ടം, അതുപോലത്തെ മരങ്ങൾ കേട്ടോ. അങ്ങനത്തെ മരങ്ങൾ മേടിച്ച് നോക്കും. അതാ പിന്നെ ഇതെല്ലാം ലൈവാണ് കേട്ടോ, ലൈവ് പ്ലാന്റ്സ് തന്നെ, നമ്മുടെ ഹോയാണത്. അതൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പം അധികം പ്ലാന്റ് ഇവിടെ ലൈവാണ്, ജീവനുള്ള ചെടികളാണ്. ഇടയ്ക്ക് ഞാൻ കുറച്ചിങ്ങനെ പ്ലാസ്റ്റിക്, ഈ വെയിൽ ഡയറക്റ്റ് തട്ടാത്തടുത്ത്, സൂര്യപ്രകാശം തട്ടാത്തയിടത്ത് ഞാനിങ്ങനെ കുറച്ച് ഇത് വെക്കുന്നേ ഉള്ളൂ. നമ്മൾ പ്ലാസ്റ്റിക് വെക്കുന്നേ ഉള്ളൂ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
അങ്ങനെ അത് ക്വാളിറ്റിയുള്ള നല്ല പ്ലാസ്റ്റിക് മേടിക്കും, അപ്പം ചെടി മേടിക്കും, അങ്ങനെ. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നല്ല മിക്സ് ആയിട്ടിരുന്നുള്ളൂ. അത് ഇവിടെ ഒക്കെ കണ്ടോ ഈ ഇരുൾ ഉള്ള ഏരിയ അല്ലേ, അതുപോലെ വാഷ് ബേസിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ എനിക്കിപ്പം നോർമൽ ചെടി വെച്ചാൽ വളരുമില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ കിച്ചണിലെ ചെടികളൊക്കെ ഇതാണ് കേട്ടോ, പിന്നെ ജീവനുള്ള ചെടികളാണ്. അത് ജനലരികായതുകൊണ്ട് അവിടേക്ക് വെട്ടം കിട്ടുന്നതുകൊണ്ട് പുറത്ത് വെട്ടം, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ വെക്കും. ബാക്കിയുള്ളതൊക്കെ ലൈവ് പ്ലാന്റ്സ്. പിന്നെ നമുക്ക് മുമ്പിൽ ബാൽക്കണിയിലും പുറകിൽ ബാൽക്കണിയിലും നിറച്ച് ജീവനുള്ള ചെടികളും വെച്ചിട്ടുണ്ട്. ഊണുമേശയിൽ എന്താ ഇത്രയും അലങ്കോലപ്പെട്ട് കിടക്കുന്നതെന്ന് തോന്നരുത് കേട്ടോ. ഞാൻ ഈ എഴുത്തും വായനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എല്ലാം വൃത്തിയാക്കി വെക്കും കേട്ടോ. അടിക്ക് പുറക്കി വൃത്തിയാക്കി ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കി ഇടും കേട്ടോ. മിയക്കുട്ടീനെ ഇവിടെ കയറ്റി വിട്ടു. പക്ഷേ മിയക്കുട്ടി സെൽഫ് ക്ലീനിങ് ആണ്. ഇവർ സെൽഫ് ക്ലീൻ ചെയ്യുന്ന മൃഗങ്ങളിൽ പെട്ടതാണ് കേട്ടോ, ഭയങ്കര വൃത്തിയായിട്ട്. അങ്ങനെയാണ്. പിന്നെ കേട്ടോ നമ്മൾ അശ്വൻ ടൈമുള്ളപ്പോൾ ഒക്കെ ഇതുങ്ങളെ കുളിപ്പിക്കുകയും ചെയ്യും, അങ്ങനെയാണ്. അപ്പം നോക്കി മീലോയ്ക്ക് ഒരു റെസ്പോൺസും ഇല്ലാതെ കിടന്ന് ഉറക്കം തുടങ്ങി. അതിനെന്ത് പെണ്ണും പിടക്കോഴിയും, എനിക്ക് ഉറങ്ങിയാൽ മതി, പിന്നെ എനിക്ക് അമ്മേൻ്റെയും അപ്പൻ്റെ ഒക്കെ കൂടെ കിടന്നാൽ മതി, ഇത്രയേ ഉള്ളൂ ഇതിന്. കണ്ടോ പോത്തുമല്ല, ഇത് ഉറങ്ങാൻ തുടങ്ങി. ഇത് ശരിക്കും സന്യാസി കേട്ടോ, ഇതിനൊരു താല്പര്യമില്ല. മിയാമോളോട് നല്ല ആരോടും താല്പര്യമില്ല, ആകെ നമ്മളോട് മനുഷ്യരോട് ഇതിന് താല്പര്യമുള്ളൂ. എന്നിട്ട് ഇത് കയറി കിടന്ന് ഉറങ്ങുക. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞാൽ മിയ മടുത്തു. ഇതിൻ്റെ പുറകെ കുറേ കാര്യം ഞാൻ നടന്നു, ഒരു രക്ഷയില്ല. എൻ്റെ പിന്നെ മിയ ഫെട്ടപ്പായി. ഇപ്പോൾ പണ്ടത്തെ അത്രയും കരയുന്നില്ല. ഇവനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലയെന്ന് മനസ്സിലായതുകൊണ്ട് നേരെ പോയിട്ട് അവിടെ എവിടെയൊക്കെ കിടന്ന് കുറച്ച് നേരം. മിയയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല വീടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അവരെ പുറത്തിട്ടേക്കണേ. ഭയങ്കര ഡിപ്രഷനും കരച്ചിലും ജനലിക്കൂടെയൊക്കെ പുറത്തിയാടലും അങ്ങനെ. അതിന് കുറച്ച് പ്രകൃതിയൊക്കെ കണ്ട് മുറ്റത്തോടെയൊക്കെ നടന്ന് അങ്ങനെ. അപ്പം ഗേറ്റ് പൂട്ടിയിടുമ്പോൾ ഒക്കെ ഞങ്ങൾ മുറ്റത്ത് ഇറക്കി വിടും ഞാൻ, അങ്ങനെയാണ്. അതിന് പുറത്തേ ജീവിക്കുന്ന ഇഷ്ടമുള്ളൂ. ഇടയ്ക്ക് കയറി വരും കേട്ടോ. എന്നിട്ട് അതിന് ഇച്ചിരി ചിക്കൻ വേണം, ബീഫ് വേണം, അങ്ങനെയൊക്കെ അത് കഴിക്കും. പിന്നെ എൻ്റെ ക്യാറ്റ് ഫുഡ് അവിടെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഒരു ജീവിതമാണ് മിയ ആഗ്രഹിക്കുന്നത്. മിയക്ക് ഇഷ്ടമില്ല, നമ്മൾ തൊടുന്ന ഇഷ്ടമില്ല, അവൾ എടുക്കുന്ന ഇഷ്ടമില്ല, ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ മിലോ അങ്ങനെയല്ല. മിലോയും നമ്മൾ കെട്ടിപ്പിടിച്ചെടുത്ത് താരാട്ട് പഠിക്കണം നടന്നാലേ, അല്ലെങ്കിൽ ഇതിന് ഭയങ്കര ഡിപ്രഷൻ. അങ്ങനെ ഡിഫറെൻ്റ് ഇവരുടെ നേച്ചർ കേട്ടോ. അതുകൊണ്ട് ഞാൻ മിയാനോ ഔട്ട് സൈഡാക്കി. ഇതിന് ഇതേ കിടക്കുന്നുണ്ടോ, നമ്മുടെ കൂടെ കിടക്കയിൽ കുറച്ച് നേരം കിടത്തിയില്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ ഭയങ്കര ഡിപ്രഷൻ മൂടി പോകും കേട്ടോ. അപ്പം ഞാൻ ടർക്കിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം എൻ്റെ കൂടെ കിടക്കും. അപ്പോൾ ഇത് നമ്മുടെ കൈക്കുളങ്ങായി തന്നെ കിടക്കണം. അഥവാ നമ്മുടെ കൈ ഇച്ചിരി മാറിയ നിരങ്ങി പിള്ളേർ കയറി വരുമ്പോൾ കയറി വന്ന് നമ്മുടെ മേത്ത് ടച്ച് ചെയ്ത് കെട്ടിപ്പിടിച്ച് കിടക്കും. അങ്ങനെയാണ്. ഇത് ഭയങ്കര ഒരു വെറൈറ്റി പൂച്ചയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം. പിന്നെ കുറേ നേരം കഴിയുമ്പോൾ ഇതുപോലെ ബെഡേ വന്ന് കിടക്കും. കുറച്ച് നേരം നമ്മുടെ കൂടെ കിടന്നാൽ മതി അതിന്. അത് കഴിയുമ്പോൾ പിന്നെ അതിന് വേറെ സ്ഥലത്തോട്ട് കിടക്കണം. പിന്നെ അതിൻ്റേതായ ഇതൊക്കെ ഭയങ്കര മൈൻഡ് റിലാക്സ് ആയിട്ട് കിടക്കുമ്പോൾ മാത്രമേ പൂച്ചകൾ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് കിടക്കത്തുള്ളൂ, ഇങ്ങനെ റോൾ ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ കുറേ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഇത് ഇവിടുത്തെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അത്ര വെട്ടമില്ല, പല രീതിയിൽ കിടന്നുറക്കുക. ഇടയ്ക്ക് ഇതിൻ്റെ കണ്ണിനൊരു എന്തോ ഒരു വെള്ളം ഒലിക്കും പോലെ, ഇങ്ങനെ കണ്ണീര് വരും പോലെ ആവും. അപ്പം ഞാൻ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡ്രോപ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് 2-3 ദിവസം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും മാറും. പക്ഷേ അത് സമ്മതിക്കില്ല കേട്ടോ, ഇതിന് ഭയങ്കര ഇഷ്ടക്കേടാണ് അങ്ങനെ കണ്ണിൽ മരുന്ന് ഒഴിക്കണം. ഇതൊക്കെ അപ്പം അശ്വിനും കൂടി ഉള്ളപ്പോൾ ഞാൻ പിടിച്ച് വെച്ചിട്ട് ഒഴിക്കും. അപ്പോൾ അതങ്ങ് മാറിക്കിട്ടും. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതിന് കണ്ണിൽ മരുന്ന് ഒഴിക്കാനായി. ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് മരുന്ന് പറഞ്ഞു തന്നോന്ന്. മരുന്നൊക്കെ നമ്മുടെ അടുത്തുണ്ട്, ആൻറ്റിബയോട്ടിക്സ് ഡ്രോപ്സ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ ശരി കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവരും പ്രോഡക്റ്റ് മേടിക്കണം കേട്ടോ. വാട്സപ്പിൽ വരൂ, വാട്സപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ. മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് തരണം കേട്ടോ, കമൻറ്റ് ഇടണം കേട്ടോ, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റ.